നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒരു സോഷ്യൽ അനിമലാണ് നമ്മൾ പഠിച്ചിട്ട്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മളെ കൊളീഗോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഒക്കെ പല ഡയലോഗുകളും നമ്മുടെ അടുത്ത് പറയും. ചില ഡയലോഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. എനിക്ക് ഹേർട്ട് ചെയ്യുന്ന പോലെ എൻ്റെ ഫ്രണ്ടിന് ഹേർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അയാളോട് പോയി കഥ പറയുക, എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെന്താ കുഴപ്പം, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് എനിക്ക് മാത്രം എത്ര ഹേർട്ടായതോടെ അവനിക്കത് എന്താ ഇല്ലാത്ത. ഇത് പലപ്പോഴും റിലേറ്റബിൾ ആണോ, അവനെന്താ എന്നെ മനസ്സിലാക്കാത്ത, എനിക്കുള്ള പെയിൻ എന്താ അവൻ നിസ്സാരമായിട്ട് അതിനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടായിരിക്കും മാം അങ്ങനെ ഒരു വരുന്നത്? കാരണം എനിക്ക് ഹേർട്ടായി, അപ്പുറത്തിരിക്കുന്ന ആളിന് ഹേർട്ടായില്ല. ഇതേ കാര്യം എന്നോട് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, എനിക്ക് പെയിൻഫുള്ളായി. ചിലപ്പോൾ ഞാൻ കരഞ്ഞു, ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ അവിടെ കംപ്ലീറ്റ് എൻ്റെ ഇമ്പൾസീവ്നെസ് കംപ്ലീറ്റ് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ വാക്ക് ആണ് എന്നെ ഹേർട്ട് ചെയ്തത്. എന്തായിരിക്കും എൻ്റെ കാരണം? അത് ചിലപ്പോൾ സാറിൻ്റെ ചൈൽഡ്ഹുഡിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും വേദനിപ്പിക്കുന്ന. ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞു കാര്യം, ഒരു വാക്ക് പോലും അത് ഹേർട്ടാവും, പെട്ടെന്ന് ട്രോമ ആയിരിക്കും. എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ സാറിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സാറിന് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹേർട്ടാവും നന്നായിട്ട്. അതിപ്പോൾ വലുതായപ്പോൾ സാറിന് അത് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല ആ ഇൻസിഡൻ്റ് ഒന്നും, അതവിടെ കിടപ്പുണ്ടാവും. അത് സാറ് ഹീൽ ചെയ്യാതെ ഇപ്പോൾ അതിന് ആരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് അത് ട്രിഗർ ചെയ്യും. അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റോ അവരങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഇവന്റ് ഒന്നും ഇങ്ങനൊരു സാധനം വേറെ ആരെങ്കിലും എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. അതില്ല, സാറിൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നതല്ലേ, അതിപ്പോൾ വലുതാകുമ്പോൾ അത് മറന്നു പോകും ആ ഇൻസിഡൻറ്റ്. പക്ഷെ അത് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അതവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള അതേ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ആ വേർഡ് വരുമ്പോൾ സാറിന് അത് പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കാരണം എനിക്കറിയാൻ പറ്റില്ല. അറിയാൻ പറ്റും, അതിനെ നമുക്ക് കണ്ടുപിടിക്കാനും അത് നോക്കി അത് മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടി, അത് സാറിന് അത് വിഷമമുള്ള കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഓർക്കാൻ താല്പര്യമില്ലാത്ത ഇൻസിഡൻ്റ് ആയതുകൊണ്ട് അത് മറന്നിട്ടുണ്ടാവും. അത് പക്ഷെ നമ്മളതിനെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴായിരിക്കും അത് ഇന്നതാണെന്ന് മനസ്സിലാക്കിപ്പിച്ച് തരുമ്പോൾ സാറിന് അത് ഹീൽ ചെയ്യാനും പറ്റും. അത് ഹീൽ ചെയ്യുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവത്തില്ല. അല്ലാതെ അത് ബാക്കിയുള്ളവരത് പറയുമ്പോൾ ഉടനെ അത് ട്രിഗറായിട്ട് അത് അവരെന്നെ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ അവർ ഹേർട്ട് ചെയ്തു അങ്ങനെ പറയാൻ പാടുണ്ടോ, ബാക്കിയുള്ളവർക്ക് എന്താ അങ്ങനെ തോന്നാത്തതെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ശരിക്കും ആരുടെ തെറ്റാ ഇത്? ഇയാൾ ഇങ്ങനെ ഒരു വാക്ക് ഒരു ടേം ഉപയോഗിച്ച് അയാളുടെ മിസ്റ്റേക്ക് അല്ലേ? അയാളുടെ മിസ്റ്റേക്ക് ആവുന്നത് എങ്ങനെയാ? അതുകൊണ്ടാണ് എനിക്ക് ഹേർട്ടായത്. എന്നെ ഹേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സപ്പോസ് എൻ്റെ ഫാദറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഫാദറിന് അങ്ങനെ പറയാതിരുന്നൂടെ? അതിപ്പോൾ നമുക്ക് വേറൊരാൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നുള്ളതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറൊരാളെ കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തുകൊണ്ട് അത് ഹേർട്ട് ആവുന്നു എന്നുള്ളതിന് ഇപ്പം അത് വേറൊരാൾക്ക് ഇപ്പോൾ ഐശ്വര്യയ്ക്ക് അത് ഹേർട്ട് ആവുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഹൃദയ്ക്ക് അത് ഹേർട്ട് ആവുന്നുണ്ടോ? ഇല്ല. സാറിന് മാത്രം എന്തുകൊണ്ട് അത് ഹേർട്ട് ആവുന്നു? അതാണ് മാം പറഞ്ഞത് അല്ലേ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ സാറിൻ്റെ ചൈൽഡ്ഹുഡിൽ അതിലെന്തെങ്കിലും മാം പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണോ? അല്ല, സാറിൻ്റെ മിസ്റ്റേക്ക് എന്നല്ല, ആക്ച്വലി അത് സാറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സാർ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ സാർ അത് ഹീൽ ചെയ്തില്ല ആ പാർട്ട്. അത് ഹീൽ ചെയ്യാത്തത് അത് സാർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നെങ്കിൽ അത് ആ ഹീൽ ചെയ്ത് മാറുവാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റുകളും ഇല്ലെങ്കിൽ എനിക്ക് ഹേർട്ടാവുന്ന ചില മൾട്ടിപ്പിൾ ഇവന്റുകൾ, നമ്മൾ ഒരേപോലെ വരുന്ന കുറേ പാറ്റേൺസുകൾ, എനിക്ക് ഹേർട്ടായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അത് ഹീൽ ചെയ്യാതെ വെച്ചിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്ത കുറവാണെന്നാണ്. അതെ, ഇത്രയും ആൾക്കാരെ ബാക്കിൽ പോയി ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് പറയുന്നതിന് പകരം ഇതിനൊക്കെ എനിക്ക് എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി ഏറ്റെടുത്ത് അത് ഹീൽ ചെയ്യുന്നതല്ലേ എളുപ്പം. ഇത്രയും ആൾക്കാരെ കുറ്റം പറയുന്നത് ട്രൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെരി ട്രൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇവന്റ് എന്ത് മൊഡാലിറ്റി അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് ശരിക്കും ഹീൽ ചെയ്യുക? നമ്മൾ എങ്ങനെ അതിനെ ഹീൽ ചെയ്യുന്നത് ശരി? അല്ലെങ്കിൽ എങ്ങനെ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെ അത് ഹീൽ ചെയ്യുന്നത് ശരി? നമുക്ക് ആക്ച്വലി ഹിപ്നോതെറാപ്പി ഉണ്ട്. ത്രൂ ഹിപ്നോതെറാപ്പി നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. കുറേ മൊഡാലിറ്റീസ് ഉണ്ട്, അതനുസരിച്ച് ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് ഇഷ്യൂസ് അനുസരിച്ചായിരിക്കും. DBT ഒക്കെ വെച്ചിട്ട് ചെയ്യാം, അത് കോഗ്നിറ്റീവ് ലെവലിൽ തന്നെ പോവാം, അങ്ങനെ ചെയ്യാം. ഇനി അത് സബ് കോൺഷ്യസിൽ അങ്ങ് കിടക്കുന്നതാണെങ്കിൽ അതിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ അത് അങ്ങനെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയൊക്കെ യൂസ്ഫുൾ ആണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.